ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൻ്റെ 19-ാം ദിവസമായി ഇന്ന് ക്രിസ്തു യേശുവിൽ നമുക്ക് സൗഖ്യമുണ്ട് എന്ന സദ്വാർത്തയാണ് നമ്മുടെ ധ്യാന വിഷയമാക്കുന്നത്. എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിവിധങ്ങളായ രോഗപീഠകളാൽ വലയുന്നവരാണ്. സൗഖ്യത്തിന് വേണ്ടി എന്ത് മാർഗം സ്വീകരിക്കുവാനും മനുഷ്യൻ സ്വാഭാവികമായും പ്രേരിതനാകുന്നു. കാരണം സ്വന്തം ജീവൻ സംരക്ഷിക്കുക എന്നത് എല്ലാവരുടെയും അസ്തിത്വാത്മകമായ ഒരു പ്രവണതയാണ്. മനുഷ്യ ചരിത്രം പഠിക്കുമ്പോൾ ആദത്തിൻ്റെ പാപത്തിന് മുൻപുള്ള മനുഷ്യൻ്റെ സൗഭാഗ്യ അവസ്ഥ എന്തായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 376-ാം ഖണ്ഡികയിലാണത് കാണുന്നത്. ആദി മനുഷ്യൻ ദൈവവുമായി ഗാഢമായ സ്നേഹ ഐക്യം പുലർത്തിയിരുന്ന കാലത്തോളം അവന് സഹിക്കുകയോ മരിക്കുകയോ വേണ്ടിയിരുന്നില്ല. അപ്പോൾ പാപം ഉത്ഭവിക്കുന്നതിന് മുമ്പ് രോഗമോ സഹനമോ മരണം പോലുമോ ഉണ്ടായിരുന്നില്ല എന്ന് സ്പഷ്ടമാണ്. അപ്പോൾ രോഗപീഠകളുടെയും അടിസ്ഥാന കാരണം മനുഷ്യൻ പാപം മൂലം ജീവൻ്റെ സ്രോതസ്സായ ദൈവത്തിൽ നിന്നുള്ള അവൻ്റെ അകൽച്ച തന്നെയാണ്. ദൈവവുമായി മനുഷ്യനെ അനുരഞ്ജിപ്പിക്കുന്ന വഴി മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. ദൈവമായിരുന്ന പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം വഴി മനുഷ്യനായി തീർന്നത് മൂലം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ ഫലപ്രദനായ മധ്യസ്ഥനായി തീർന്നു. അവിടുത്തെ കുരിശ് മരണത്താൽ അവിടുന്ന് മനുഷ്യൻ്റെ രോഗപീഠകളുടെ അടിസ്ഥാന കാരണം പരിഹരിക്കും എന്നുള്ള സത്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൽ പോലും വെളിപ്പെട്ടിരുന്നു. ക്രിസ്തു ജനിക്കുന്നതിന് 1 നൂറ്റാണ്ടെങ്കിൽ മുമ്പ് എഴുതപ്പെട്ട ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 16-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചുവെന്ന് യോഹന്നാൻ ശ്ലീഹ പിന്നീട് എഴുതുന്നത് ജ്ഞാന പുസ്തകത്തിൻ്റെ കർത്താവ് മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ട് പറയുകയാണ്, മരുന്നോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമായ ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷം 6:19 യേശുവിനെ രോഗസൗഖ്യത്തിൻ്റെ ഉറവിടമായി ഒരു വൈദ്യൻ തന്നെയായി ലൂക്ക അവതരിപ്പിക്കുന്നത്. അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നുവെന്ന് ദൃക്സാക്ഷിയായ ലൂക്ക വിവരിക്കുകയാണ്. യേശുവിന് രോഗസുഖപ്പെടുത്താൻ സവിശേഷമായ അധികാരമുണ്ടെന്നും മനുഷ്യർക്കറിയാമായിരുന്നു. വിജാതീയനായ ശതാധിപൻ തൻ്റെ ഭൃത്യൻ്റെ രോഗാവസ്ഥയെ യേശുവിൻ്റെ പക്കൽ ഉണർത്തിച്ചപ്പോൾ ഞാൻ വന്നവനെ സുഖപ്പെടുത്താമെന്ന് യേശു വാഗ്ദാനം ചെയ്തു.
അതിനുള്ള അയാളുടെ മറുപടി, കർത്താവേ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി എന്നതായിരുന്നു. അതിന് കാരണം അദ്ദേഹം പറയുന്നത്, ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് ഞാൻ പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ഇത് ചെയ്യുന്നു. ഈ വാക്കുകളിലൂടെ ശതാധിപൻ ഏറ്റുപറഞ്ഞത് എന്താണ്? യേശുവേ, അങ്ങേക്ക് എല്ലാ രോഗപീഠകളുടെ മേലും വ്യാധികളുടെ മേലും അധികാരവും ആധിപത്യവുമുണ്ട്. അതുകൊണ്ട് അവിടുന്ന് ഒന്ന് കൽപ്പിച്ചാൽ മതി, ഈ രോഗങ്ങളെല്ലാം വിട്ടുപോകും. അയാളുടെ ആ ചിന്താഗതിയെ യേശു അംഗീകരിച്ചാൽ എന്ന വിധം അയാളുടെ വിശ്വാസത്തെ കർത്താവ് ശ്ലാഘിച്ചുകൊണ്ട് പറയുകയാണ്, ഇസ്രായേൽ പോലും ഇതുപോലുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. പത്രോസും മറ്റപ്പോസ്തലന്മാരും യേശുവിൻ്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തി എന്ന് പറയപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥ ഭാഷയിൽ നാമം വ്യക്തിയെ ആണ് കാണിക്കുന്നത്. അപ്പോൾ യേശു തന്നെയാണ് സൗഖ്യം, യേശു തന്നെയാണ് സൗഖ്യം. പത്രോസ്ലിയ അതേപ്പറ്റി പറയുകയാണ്. പത്രോസിന് 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. വൈദ്യശാസ്ത്രം ഇന്ന് മുമ്പത്തേക്കാളെല്ലാം വിസ്മയനീയമായ രീതിയിൽ പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള നാളുകളിലും നമ്മെ അതിശയിപ്പിക്കുന്ന തരത്തിൽ വൈദ്യശാസ്ത്രം വലിയ വലിയ രോഗസൗഖ്യ മാർഗങ്ങൾ കാണിച്ചു തരും. ശാസ്ത്രത്തിൻ്റെ പുരോഗതി ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. അത് വിശ്വാസത്തിനൊരിക്കലും എതിരല്ല. ശാസ്ത്രത്തെ പുരോഗമിച്ചാലും രോഗസൗഖ്യ മാർഗങ്ങൾ എത്ര കണ്ട് അഭിവൃദ്ധി പ്രാപിച്ചാലും യേശുവാണ് എല്ലാ സൗഖ്യത്തിൻ്റെയും സ്രോതസ് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. അതിന് കാരണം നമുക്ക് അസ്തിത്വം നൽകിയത് വൈദ്യശാസ്ത്രമല്ല, ഇല്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചത്, നമ്മുടെ ഈ ശരീരത്തെ നിർമ്മിച്ചത്, അതിസങ്കീർണമായി ശരീരത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഈ ശരീരം നിർമ്മിച്ചത് അവിടുന്നാണെങ്കിൽ അതിൻ്റെ കേടുപാടുകൾ തീർക്കുന്നതും അവിടുന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ജ്ഞാനികളായ അതിവിദഗ്ധ ഡോക്ടർമാർ പറയാറുള്ളത്, ഞങ്ങൾ ചികിത്സിക്കുന്നു, എന്നാൽ ദൈവമാണ് സൗഖ്യം തരുന്നത്. ചികിത്സാവിധികളും മരുന്നും ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങൾ മാത്രം. വൈദ്യശാസ്ത്രം ഇത്ര ദിവസത്തിനകം മരിച്ചു പോകുമെന്ന് വിധി എഴുതിയ എത്രയോ പേർ ആരോഗ്യത്തോടെ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നത് അനിഷേധ്യമായ സത്യമാണ്. ഇത് മരുന്നല്ല, ഔഷധമല്ല. മനുഷ്യനെ സുഖപ്പെടുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് എന്ന് തെളിയിക്കുകയാണ്. ആദ്യകാല ക്രൈസ്തവർക്ക് ഇതേപ്പറ്റി വളരെ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 5:14 ഇപ്രകാരം എഴുതപ്പെട്ടത്, നിങ്ങളിടയിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ തൈലാഭിഷേകം ചെയ്ത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ആദ്യകാല ക്രൈസ്തവരുടെ രോഗസൗഖ്യത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് തീർത്തും വ്യത്യസ്തമായിരുന്നു. മരുന്നല്ല, യേശുക്രിസ്തുവിൽ നാമത്തിലുള്ള പ്രാർത്ഥനയാണ് സൗഖ്യത്തിന് നിദാനമെന്ന് അവർ പറയുമ്പോൾ മരുന്ന് കഴിക്കുന്നതും ചികിത്സ ചെയ്യുന്നതിനും എതിരായ ഒരു പ്രസ്താവനയല്ല അത്. മറിച്ച്
ചികിത്സാവിധികൾ സഫലമാകുന്നത് ക്രിസ്തുവിൻ്റെ യോഗ്യതയാലാണ് എന്ന വിശ്വാസ സത്യമാണ് പ്രഖ്യാപിക്കുന്നത്. മരുന്ന് കഴിക്കരുതെന്നോ ചികിത്സകൾ തേടരുതെന്നോ അല്ല, മറിച്ച് എല്ലാ ചികിത്സാവിധികളുടെയും ഫലദായകത്വം ക്രിസ്തുവിൻ്റെ യോഗ്യതയാൽ മാത്രമാണ്. അവൻ്റെ ക്ഷതങ്ങളാലാണ് നാം സൗഖ്യം പ്രാപിക്കുന്നത്. അതിനാൽ ഏത് വിധേനയാണെങ്കിലും നാം സൗഖ്യം പ്രാപിക്കുമ്പോൾ അതിൻ്റെ കാരണം നമ്മുടെ വേദനകളും ദുഃഖങ്ങളും ഏറ്റെടുത്ത് കുരിശിൽ അവയെല്ലാം ബലിയാക്കിയ ക്രിസ്തുവിൻ്റെ യോഗ്യതയാലാണെന്ന സത്യം നാം മറക്കരുത്. രോഗശാന്തിക്കുള്ള എല്ലാ ക്രെഡിറ്റും കർത്താവായ യേശുക്രിസ്തുവിന് കൊടുക്കുവാൻ നീതി നമ്മെ നിർബന്ധിക്കുന്നു. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന യേശുവിൻ്റെ പ്രസ്താവന എത്രയോ ശ്രദ്ധേയമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യമാണിത്. ഞാൻ തന്നെയാണ് ജീവൻ എന്ന യേശുവിൻ്റെ പ്രസ്താവം നാം നേരത്തെ ചിന്തിച്ചിരുന്നതിന് എല്ലാം അടിസ്ഥാനമായി നിൽക്കുകയാണ്. സൗഖ്യം, ജീവൻ യേശു തന്നെയാണ്. അതിനാൽ യേശുവിനോട് നാം എത്രമാത്രം അടുത്ത് കഴിയുന്നോ, എത്രമാത്രം അവനിൽ നാം വസിക്കുന്നോ, അതനുസരിച്ച് നാം എല്ലാ 3 മേഖലകളിലും, ആത്മാവിൻ്റെ മേഖലയിലും മനസ്സിൻ്റെ മേഖലയിലും സൗഖ്യത്തിൻ്റെ ശരീരത്തിൻ്റെ മേഖലയിലും നാം സൗഖ്യമുള്ളവരായിരിക്കും, നാം പൂർണ്ണരായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ രോഗങ്ങളും രോഗപീഠകളും അവിടുന്ന് ഏറ്റെടുത്തത് ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതിനാൽ അങ്ങേക്ക് എല്ലാ സൗഖ്യത്തിനും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, രോഗിക്കാണ് വൈദ്യനെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് എല്ലാ രോഗികളുടെ മേലും പീഡിതരുടെ മേലും അനുകമ്പയും അലിവും കരുണയുമുള്ളവനാണെന്ന് വെളിപ്പെടുത്തുകയാണല്ലോ. യേശുവേ, എല്ലാ രോഗാവസ്ഥയിലും പ്രത്യാശയോടെ അങ്ങിലേക്ക് തിരിയുവാൻ, അങ്ങിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഞങ്ങളെ ഏത് രോഗപ്രതിസന്ധിയിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് വിശ്വസിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. സമഗ്രമോചകനായ യേശുവേ, ഞങ്ങളുടെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന രോഗമായ പാപത്തിൽ നിന്ന് അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങളെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ മോചനം ലഭിക്കുന്നതോടെ ഞങ്ങളുടെ മനസ്സിൻ്റെ മേഖലകളിലും ഞങ്ങൾ സ്വതന്ത്രരാകും. അത് ഞങ്ങളുടെ ശരീരത്തിൽ സൗഖ്യമായി രൂപാന്തരപ്പെടും. അങ്ങനെ ആത്മാവിനെ സുഖപ്പെടുത്തുന്ന അവിടുന്ന് മനസ്സിലേക്ക് ആ സൗഖ്യം ഒഴുക്കുകയും അത് ഞങ്ങളുടെ ശരീരത്തിലെ പൂർണ്ണ രോഗശാന്തിയായി മാറുകയും ചെയ്യുന്നത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ സ്തുതിക്ക് യോഗ്യനായ അങ്ങേക്ക് പുകഴ്ചയും മഹത്വവും ഞങ്ങൾ നേരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.